എറണാകുളം ജില്ലയിൽ വെങ്ങോല ടൗണിൽ നിന്ന് 200 മീറ്റർ മാറി ചെയ്യുന്ന ഒരു വീട്. 6 സെന്റ് 300 ലിങ്സ് സ്ഥലത്ത് 4 ബെഡ്റൂമുകളുള്ള ഒരു വീട്. ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കുമായി പങ്കുവെക്കുന്നത്. .7 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. 4 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് വരുന്നത്. ഇരുഭാഗത്തേക്കും ഫോൾഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ വരുന്നത് അതിവിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ച ഒരു മുറ്റമാണ് ഇവിടെയുള്ളത്. വടക്ക് ദർശനമായി വരുന്ന ഈ വീടിന്റെ വടക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏകദേശം 17 അടി വീതിയും 35 അടി നീളവുമാണ് ഈ ഭാഗത്തുള്ളത്. ഏകദേശം ഒരു 4 കാറുകളോളം പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 7.8 അടിയോളമാണ് ഇവിടുത്തെ വീതി വരുന്നത്. ഇവിടെയും 2-3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പതിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 6.5 അടിയാണ് ഇവിടെ സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു അലക്കുകല്ലും പൈപ്പിന്റെ പോയിന്റും നൽകിയിരിക്കുന്നു. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 5.7 അടിയാണ് ഇവിടെ സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഏകദേശം 15ഓളം വില്ലകൾ വരുന്ന ഒരു പീസ്ഫുൾ വില്ല പ്രൊജക്റ്റ് ആണിത്. ഇവിടെ വാട്ടർ സോഴ്സിനായിട്ട് കോമൺ വെല്ലാണുള്ളത്. വടക്ക് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. ഇവിടെ ടൈലിലാണ് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 10 അടി നീളവും 4.8 അടി വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. ഇവിടെ തേക്കിൻ തടിയിലാണ് ഫ്രണ്ട് ഡോറും ഫ്രണ്ട് വിൻഡോയും ചെയ്തിരിക്കുന്നത്. 2 പാളികളായിട്ടാണ് പ്രധാന വാതിൽ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ ലിവിംഗ് സ്പേസിലാണുള്ളത്. ഏകദേശം 10 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ലിവിംഗ് സ്പേസിനുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഏകദേശം 14 അടി നീളവും 8 അടി വീതിയുമുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെയുള്ളത്. ഇവിടെയായിട്ടൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഏകദേശം 10 അടി നീളവും 8.9 അടി വീതിയുമാണ് ഈ കിച്ചണിലുള്ളത്. 3 ലെയറായി കബോർഡുകൾ കൊടുത്ത് ഭംഗിയായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഏകദേശം 10 അടി നീളവും 5.7 അടി വീതിയുമാണ് ഈ കിച്ചണിലുള്ളത്. ഇവിടെയായിട്ടൊരു വിറകടുപ്പ് നൽകിയിരിക്കുന്നു. കിഴക്ക് ദർശനമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലാണുള്ളത്. ഏകദേശം 14.5 അടി നീളവും 10.2 അടി വീതിയുമുള്ള
ഈ ബെഡ്റൂം വരുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇവിടെയായിട്ടാണ് കബോർഡ് വർക്ക് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഇവിടെയായിട്ടൊരു ഡ്രസ്സിംഗ് യൂണിറ്റിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണുള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 10.2 അടി നീളവും 9.8 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് കബോർഡ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമ്മൾ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. സ്റ്റെയറിലെ സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഇനി നമ്മൾ ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 14 അടി നീളവും 10.2 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ കബോർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 10.4 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് കബോർഡ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഏകദേശം 10.4 അടി നീളവും 6.4 അടി വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. ഇനി നമ്മൾ ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. ഏകദേശം 26 അടി നീളവും 10.9 അടി വീതിയുമുള്ള ഈ യൂട്ടിലിറ്റി സ്പേസിന്റെ ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. വെങ്ങോല ടൗണിൽ നിന്ന് 200 മീറ്റർ, പെരുമ്പാവൂരേക്ക് 5 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 15 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 18 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 20 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 6 സെന്റ് 300 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.